ഗസയിൽ കഴിഞ്ഞ ദിവസം 2 ക്രിസ്ത്യൻ യുവതികൾ വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞാൽ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വെടിയേറ്റാണ് അവർ മരിച്ചത്. നേരത്തെയും അവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ചർച്ച് ബോംബിട്ട് തകർത്തിരുന്നു. നിരവധി പേർ മരിക്കുകയൊക്കെ ചെയ്തു. കാലങ്ങളോളം പഴക്കമുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് തകർത്തിരുന്നത്. അത് ബോംബിംഗ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിന് പറയാം വഴിതെറ്റി വന്നതാണെന്നൊക്കെ പറയാം. പക്ഷേ ഇത് നേരിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ക്രിസ്മസ് വരികയാണ്. അവിടെ നൂറുകണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇപ്പോഴും ഗസയിൽ താമസിക്കുന്നുണ്ട്. ഒരു ക്രിസ്മസ് വരുമ്പോൾ അവരുടെ ജീവിതം കൂടി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണോ എന്നുള്ളതും കൂടി നമ്മൾ സംസാരിക്കുകയാണ്. സാഹിബ്, ഇന്നലെ ഇപ്പോൾ പോപ്പിൻ്റെ ഈ 2 യുവതികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പോപ്പിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ കണ്ടു. അദ്ദേഹം 2ാമത്തെ തവണയാണ് ഇസ്രായേൽ നടത്തുന്നത് തീവ്രവാദമാണ് എന്ന് പറയുന്നത്, ടെററിസമാണ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് പോപ്പിൻ്റെ നിലപാടിനെ കാണുന്നത്? പക്ഷേ അതൊന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ മാത്രം പര്യാപ്തമായ ഒന്നല്ല എങ്കിൽ കൂടിയും ഒരു ക്രിസ്മസ് വരുമ്പോൾ എങ്ങനെ ഈ ക്രിസ്ത്യൻസിൻ്റെ ഈ കുടുംബങ്ങളുടെ ഭാവിയെ കാണണം? ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്ന പോട്ടെ, നമ്മളുടെ നാട്ടിൽ ഇസ്രായേലിന് വേണ്ടി ഹാലൗലിയ പാടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഈ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഏറ്റവും അധികം പിന്തുണക്കുന്ന മാധ്യമം ഏതാണെന്നറിയോ? ദീപിക പത്രമാണ്. എന്നുവെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ പത്രമാണ്, ക്രിസ്ത്യാനികളുടെ ഔദ്യോഗിക പത്രമാണ്. അവർ എന്താണ് ഈ IDF ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകളെ അതിനെ പിന്തുണക്കുന്ന, അതിന് ചമൽക്കാരം ഒരുക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്കതിൽ കാണാൻ പറ്റും. കാസ പോലുള്ള ഈ തീവ്ര ക്രിസ്ത്യൻ വലതുപക്ഷ ഗ്രൂപ്പുകൾ വേറൊരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ പറഞ്ഞ പോപ്പിൻ്റെ പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെററിസമാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ചിലർ പറയുന്നത് ടെററിസമാണ്, ചിലർ പറയുന്നത് വാറാണ്. ഞാൻ പറയുന്നത് ടെററിസവുമാണ്, ഇത് വാറുമാണ് എന്തെന്ന് പറയുകയുണ്ടേ. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, പെട്ടെന്നുണ്ടായ ഒരു കോണ്ടെക്സ്റ്റ് സൈഫ് പറഞ്ഞ മാതിരി ഈ 2 യുവതികളല്ല, ഒരു അമ്മയും അവരുടെ മകളുമാണ്. അമ്മയും മകളും ഓഫ് കോഴ്സ് നീ പറഞ്ഞാൽ ഇവർ മേലെ ഒന്ന് ബോംബിട്ടിട്ട് ചാമ്പലാക്കുക, കൊല്ലുക എന്നുള്ള പരിപാടിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ന്യായം പറയാമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഈ കാത്തലിക് ചേർച്ചിൽ അവിടെയുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ, നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവിടെയാണ് അഭയം തേടിയിരിക്കുന്നത് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും നമുക്ക് ഗസയിൽ അഭയം തേടാൻ സ്ഥലമില്ല. അഭയം തേടാൻ സ്ഥലമുള്ള സാധാരണഗതിയിൽ ആക്രമിക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്നത് ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളുടെ മേൽ ബുൾഡോസർ എന്താണ് അൽ അദ്വാൻ ഹോസ്പിറ്റലിലെ മുറ്റത്ത് കിടന്നുറങ്ങുന്ന ആളുകളുടെ മേലെ കൂടെ മെനിയാന്നാണ് ബുൾഡോസർ കയറ്റി വിട്ടത്. 10-20ഓളം ആളുകളാണ് അവിടെ. ഇത് ഒന്ന് ആലോചിച്ചു, കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ മേലെ കൂടെ വീട് തകർക്കപ്പെട്ട് അഭയം തേടി ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ മേലെ കൂടെ ബുൾഡോസർ കയറ്റി ഇറക്കുകയാണ് ചെയ്തത്. അൽ-ഷിഫയിൽ നമ്മൾ കണ്ടു. അൽ-ഷിഫയിൽ ആയിരക്കണക്കിന് ആളുകൾ, 70,000-ഓളം ആളുകളാണ് അതിൻ്റെ കോമ്പൗണ്ടിൽ അഭയം തേടിയത്. അവന്മാരെല്ലാം വെടിവെച്ച് മിസൈലിട്ട് കൊല്ലുകയും ഓടിക്കുകയും ചെയ്തു. അവിടെ ഈവൻ മെറ്റേണിറ്റി വാർഡിൽ ഇൻക്യുബേറ്റേഴ്സ് ഇതെല്ലാം മിസൈലിട്ട് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളി അവരൊരു സുരക്ഷിത സ്ഥലമായി കണ്ടിട്ടുണ്ടാവും. അവരവിടെ അഭയം തേടുന്നു. പള്ളി മാത്രമല്ല, അവിടെ അവരുടെ ഈ ജെറൂസലം പാട്രിയാർക്കേറ്റിൻ്റെ കമ്മ്യൂണിക്കെ പ്രകാരം അവിടെ ഈ അംഗപരിമിതരായുള്ള മനുഷ്യരെ അവരെ സംരക്ഷിക്കുന്നൊരു കേന്ദ്രമുണ്ട്. അവിടെയും ഷെല്ല് വന്ന് വീണു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെയും അവിടുന്ന് മാറ്റേണ്ടി വന്നപ്പോൾ ചില ആളുകൾ ഈ ഓക്സിജൻ സപ്പോർട്ടോട് കൂടിയിട്ട് കഴിയുന്ന ആളുകളാണ്. അവരിനി എത്ര ദിവസം ജീവിച്ചിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന പ്രസ്താവനകളുണ്ട്. ഇന്നലെ ഒരു ബ്രിട്ടീഷ് ലേബർ പാർട്ടി MP, ഒരു ലേഡിയാണ്, പേര് ഞാൻ മറന്നു, അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എൻ്റെ ബന്ധുക്കൾ അവിടെ ആ പള്ളിയിൽ താമസിക്കുന്നുണ്ട്. ഗസയിൽ അവർ പലസ്റ്റൈൻ ക്രിസ്ത്യനാണ്. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർ പറയുന്നത് വി ആർ ഡേയ്സ് എവേ ഫ്രം ഡെത്ത് എന്നാണ്. ഏത് ദിവസവും ഞങ്ങൾ മരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ പള്ളിയിൽ അഭയം തേടിയ ആളുകളെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഈ അമ്മ പുറത്തേക്ക് പോകുന്നു, അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് മകൾക്ക് തോന്നുന്നു, അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. 2 പേരെയും ഇസ്രായേലി IDF സ്നൈപ്പേഴ്സ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ മാതിരി ബോംബിട്ട് ഇവർ ഈ യുദ്ധത്തിൽ ഇറാഖ് വാറിൻ്റെ സമയത്താണ് കൊലാറ്ററൽ ഡാമേജ് എന്ന വാക്കുണ്ടായി വന്നത്. ആ വാക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെ ഇറാഖികൾ ധാരാളമായി ബോംബിങ്ങിൽ മരിച്ചു വീഴുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു പദമാണത്, കൊലാറ്ററൽ ഡാമേജ്. നമ്മളൊരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായി വന്നു പോകുന്ന അപകടം, മനുഷ്യന്മാർ മരിക്കുന്നതിനെ കുറിച്ചാണ്. അതേമാതിരി
ഇതൊരു കൊലാറ്ററൽ ഡാമേജ് ആണെന്നാണ് ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഈ ബോംബിങ്ങിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കൊലാറ്ററൽ ഡാമേജ് അല്ല എന്നാണല്ലോ മനസ്സിലാകുന്നത്. ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗസയിലെ ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇത് ആദ്യത്തെ ആക്രമണമല്ല. സൈഫ് പറഞ്ഞ ഒക്ടോബർ 27 അവിടുത്തെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. 16 ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതും അവിടെ നിരവധി ആളുകൾ അഭയം തേടിയ സമയമാണ്. 100-200 വർഷം പഴക്കമുള്ള, വളരെ പഴക്കമുള്ള, ഒരു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ചേർച്ചാണത്. പിന്നെ ആദ്യത്തെ ഈ അൽ അഹ്ലി ഹോസ്പിറ്റൽ, അവിടെ മിസൈൽ വീണ് 100 കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അത് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലാണ്, ബാപ്റ്റിസ്റ്റ് ചേർച്ച് നടത്തുന്ന ഹോസ്പിറ്റലാണ്. ഇത് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ അത് ക്രിസ്ത്യാനികൾക്കെതിരെ, ഫലസ്തീനികളെ എല്ലാവരെയും ആക്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ക്രിസ്ത്യൻ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ഈ വലതുപക്ഷ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. അവരതിലൊരു പൊസിഷൻ എടുത്തിരിക്കുന്നതിന് കാരണം വളരെ ലളിതമാണ്. അവർ ഇസ്രായേൽ മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത്, മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കൈയടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞു, 2002 ഈ പറയുന്ന സീജ് ഓഫ് ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. ചർച്ച് ഓഫ് നാറ്റിവിറ്റി അറിയാമല്ലോ, ബെത്ലഹേമിൽ ഏറ്റവും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചേർച്ചാണ് തിരുപ്പിറവി ദേവാലയം. ആ ദേവാലയം ഇസ്രായേൽ ഉപരോധിച്ച സംഭവമാണ്. 2002 മാർച്ച് 39 ദിവസം, മാർച്ച് 2 മുതൽ 39 ദിവസം തുടർച്ചയായിട്ട് IDF ഉപരോധിച്ചു. ആ ഉപരോധിക്കാനുള്ള കാരണം എന്താ അറിയോ? അന്ന് ഈ വലിയ പ്രക്ഷോഭം നടക്കുന്ന സമയമാണ്, സെക്കൻഡ് ഇൻതിഫാദ. അപ്പോൾ ഹമാസിൻ്റെയും ഫതഹിൻ്റെയും പോരാളികൾ ഈ ചേർച്ചിനകത്തുണ്ട് എന്ന്, ചേർച്ചിനകത്തുണ്ടായിരുന്നു. അവർ അഭയം തേടി, ഇസ്രായേൽ വെടിവെപ്പോൾ അവർ അഭയം തേടിയാണ്. അപ്പോൾ അവരെ പുറത്ത് കിട്ടണം എന്ന് ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടു. പക്ഷേ ചേർച്ചിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ അവരെ പുറത്ത് തരില്ല എന്ന് നിലപാടെടുത്തു. നിലപാടെടുത്തെന്ന് മാത്രമല്ല, 200 സന്യാസിമാർ, 200 ക്രിസ്ത്യൻ സന്യാസിമാർ ഇവരുടെ കൂടെ ഈ ചർച്ചിനകത്ത് കഴിഞ്ഞു. 39 ദിവസം ഇസ്രായേൽ ഉപരോധിച്ച് അവർ വിട്ടുകൊടുത്തില്ല. അവസാനം UK മധ്യസ്ഥതയിലാണ് അവർ പുറത്തേക്ക് പോകുന്നത്. ഇസ്രായേൽ അവരൊന്നും ചെയ്തില്ല ഗ്യാരണ്ടിയിൽ. കുറേ ആളുകൾ ഗസയിലേക്ക് പോകുന്നു, ഈ സന്യാസിമാർ പലരും സൈപ്രസിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഹമാസിൻ്റെയും ഫതഹിൻ്റെയും പോരാളികളെ സംരക്ഷിക്കാൻ, സ്വന്തം ജീവൻ വില നൽകിയും സംരക്ഷിക്കാൻ സന്നദ്ധരായവരാണ് അവിടുത്തെ ക്രിസ്ത്യൻ സന്യാസിമാർ. അപ്പോൾ ഇത്തവണ ഇതേ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഈ സമരത്തിൽ അവരെന്താ തീരുമാനിച്ചിരിക്കുന്നത് അറിയോ? ഇത്തവണ ക്രിസ്മസ് ആഘോഷമില്ല, ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷമില്ല. ആലോചിച്ച് നോക്കൂ, തിരുപ്പിറവി നടന്ന സ്ഥലമാണത്. തിരുപ്പിറവിയുടെ ആഘോഷമാണല്ലോ ക്രിസ്മസ്. അപ്പോൾ തിരുപ്പിറവി നടന്നിട്ടുള്ള ബെത്ലഹേമിൽ, ചർച്ച് ഓഫ് നാറ്റിവിറ്റിയിൽ ഇത്തവണ ക്രിസ്മസ് ഇല്ല, ക്രിസ്മസ് ട്രീ ഇല്ല, സാന്റാക്ലോസ് സ്യൂട്ടില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പുൽക്കൂട്, ഒരു പുൽക്കൂട്. എന്താണ് ആ പുൽക്കൂട്? ഉണ്ണിയേശുവിനെ കിടത്തിയിരിക്കുന്നത് എവിടെയാണ്? തകർക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് അവിടെയാണ് ഉണ്ണിയേശു, അതേ കഫിയെ പതപ്പിച്ചാണ് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ സൊസൈറ്റി സമ്പൂർണ്ണമായി ഈ ഫലസ്തീൻ കോസിൻ്റെയോടൊപ്പമാണ്, ഫലസ്തീനുള്ള സമരത്തിനോടൊപ്പമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്നതിന് കാരണം ഈ പറഞ്ഞാൽ, ഇതിനൊരു തമാശ എന്ന് വെച്ചാൽ, ഈ പറയുന്ന കാസ ടൈപ്പ് കേരളത്തിലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ കുറച്ച് മുമ്പ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിച്ച് വേറൊരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അർമീനിയയും അസർബൈജാൻ നമ്മൾ യുദ്ധം നടന്നു കഴിഞ്ഞ വർഷം, ഈ നാഗോർണോ കരാബാക്കിൻ്റെ പേരിൽ. അവർ അതിശക്തമായി അർമീനിയക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു, അർമീനിയക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ തമാശ എന്താ അറിയോ? ഈ അർമീനിയ അസർബൈജാൻ യുദ്ധത്തിൽ അസർബൈജാൻ്റെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ട്, അസർബൈജാൻ ആയുധങ്ങൾ നൽകി അസർബൈജാൻ ഏറ്റവും അധികം സഹായിച്ച രാജ്യം ഇസ്രായേലാണ്. അർമീനിയ ലോകത്തിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ രാജ്യമാണ്, ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യം. ക്രിസ്തു മതം രാഷ്ട്രത്തിൻ്റെ മതമായി സ്വീകരിച്ച ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് അർമീനിയ എന്ന് പറയുന്നത്. ആ രാജ്യം, അപ്പം ഇവിടെയുള്ള ആളുകൾ അർമീനിയക്ക് വേണ്ടി, ഈ പറയുന്ന കാസ ടൈപ്പ് സംഘടനകൾ അർമീനിയക്ക് വേണ്ടി തെരുവിലിറങ്ങി, അർമീനിയക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പോസ്റ്റുകൾ കിട്ടും. അതേ ടീംസാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യേശുദേവൻ ഇസ്രായേലിനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുപാടി നടക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണത്. നിഷാദ്, അതിശയകരമായൊരു കാര്യം, ഇപ്പോഴും 100 കണക്കിന് വരുന്ന ക്രിസ്ത്യൻസ് ഇപ്പോഴും ഗസയിലുണ്ട് എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോകാം, പക്ഷേ യുദ്ധം തീരും, ഇവിടെ തന്നെ ജീവിക്കലാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞ് അവിടെ താമസിക്കുകയാണ് ഇപ്പോഴും. അത് അവരുടെ ജനിച്ച മണ്ണാണ്, അവിടെ നിൽക്കില്ലാതെ വേറെ സ്ഥലത്തേക്ക്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ശവക്കുഴിയിലേക്ക് ഓടിപ്പോകാൻ കഴിയില്ല എന്ന് അൽ ജസീറയോട് പറഞ്ഞ ഒരു സ്ത്രീയെ കണ്ടു. അതായത് ഇപ്പോൾ ഒരു ദുരിതഭൂമിയാണിത്, ഇവിടെ ഞാൻ എങ്ങോട്ടേക്ക് ഓടണം, ശവക്കുഴിയിലേക്കാണോ നേരെ ഓടേണ്ടതെന്ന്. അപ്പം നേരത്തെ ദാവൂദ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ, ഒപ്പം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ ചെറുതല്ലാത്ത ഒരു വിഭാഗം
ഇസ്രയേൽ ഇപ്പോൾ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടം നടത്തുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഈ പറയുന്ന എന്താ പറയുന്നത് സുവിശേഷ വേലക്കാരായിട്ടുള്ള വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇസ്രയേലിലെ നിലനിൽപ്പ് മതവിശ്വാസപര സംബന്ധിയായിട്ടുള്ള ബന്ധിയായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം അതായത് അവസാന കാലത്ത് ക്രൈസ്റ്റ് വരുമെന്നും ആ ക്രൈസ്റ്റ് വരുന്ന മൊമെൻറ്റിൽ ഇസ്രയേൽ അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത് ആ സീനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും അതുകൊണ്ട് ഇസ്രയേലിനെ ഇപ്പോൾ നശിപ്പിക്കാനുള്ള എല്ലാ അതിക്രമങ്ങളെയും നമ്മൾ എതിർക്കേണ്ടതുണ്ടെന്നും. ഇപ്പം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യയുണ്ട്. അവർ അങ്ങനെ ഒരു റൈറ്റ് വിങ്ങിലേക്കൊന്നും പോയിട്ടുള്ള ആളല്ല, വളരെ തീവ്ര വിശ്വാസമുള്ള ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അവരുടെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഇസ്രയേലിൻ്റെ സംരക്ഷണം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാറ്റസാണ് അവരിട്ടിരിക്കുന്നത്. അവർ ആത്മാർത്ഥമായും അവരുടെ മതവിശ്വാസത്തെ മുൻനിർത്തി വിശ്വസിക്കുന്നു ഇസ്രയേൽ എന്തോ കുഴപ്പത്തിലാണ്, ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഇസ്രയേലിനെ സംരക്ഷിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പിനും അന്തിക്രിസ്തുവിൻ്റെ വരവിനും ഒക്കെ പ്രധാനപ്പെട്ടതാണെന്ന് ശരിയായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ ഇതിന് വലിയ ഗ്രൂപ്പുകളുണ്ട്. അവരിപ്പോൾ ഇതാ ഇസ്രയേലിനെ നിലനിർത്താൻ വേണ്ടി കോടാനുകോടി രൂപ മില്യൺ കണക്കിന് ഡോളർ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു. $5 മില്യൺ ഒരു ഓർഗനൈസേഷൻ ഈ ക്രൈസിസ് ഉണ്ടായി, ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി ആദ്യത്തെ ദിവസം ഇസ്രയേലിന് ഞങ്ങളുടെ സംഭാവന കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത്. അവർ രാഷ്ട്രീയമായി തന്നെ വലിയ സമ്മർദ്ദം ഭരണകൂടങ്ങൾക്ക് മേലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇസ്രയേൽ നിർമ്മിക്കേണ്ടത് ഈ നിലയ്ക്ക് വിശ്വാസപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്തുമാത്രം സുരക്ഷിതത്വം അവിടെ കിട്ടുന്നുണ്ട്. ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തി, അതായത് ഇസ്രയേൽ ഓരോ ദിവസവും ഫൈറ്റർ ജെറ്റുകൾ വരുന്നത് ക്രിസ്ത്യാനികളെല്ലാം മാറിക്കോളും, മുസ്ലിങ്ങളെ കൊല്ലാൻ പോവാണ്, ബോംബിടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടല്ല, എല്ലാവർക്കും നേരെ ബോംബിടുകയാണ്. അവിടുത്തെ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകൾ ഈ സെമിത്തേരികൾ ആക്രമിച്ച് ക്രിസ്ത്യാനികളുടെ ശവകുടീരങ്ങൾക്ക് മുകളിലുള്ള കുരിശുകൾ തട്ടിയിടുമ്പോൾ അവർ പ്രഖ്യാപിക്കുന്ന വിളിച്ചു പറയുന്ന മുദ്രാവാക്യം അറബികൾക്കും മരണം ക്രിസ്ത്യാനികൾക്കും മരണമെന്നാണ്. ഈ തീവ്ര വലതുപക്ഷക്കാർ നടത്തുന്ന ആക്രമണത്തിൽ അവർ വിളിച്ചു പറയുന്നത് അറബികൾക്കും മരണം ക്രിസ്ത്യാനികൾക്കും മരണം എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് അവരൊരു ദൈവമില്ല. ഈ പറയുന്ന ഏറ്റവും വിശുദ്ധ ഭൂമികയായിട്ടുള്ള യേശുക്രിസ്തു ജനിച്ച സ്ഥലം എവിടെയാണ്? യേശുക്രിസ്തു വാസ് എ പലസ്തീനിയൻ യഹൂദനല്ലേ? അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലികൾ ഉൾക്കൊള്ളുന്ന സ്ഥലം, അവിടെ ക്രിസ്ത്യാനികൾ എന്തുമാത്രമുണ്ട് പോപ്പുലേഷൻ? 1948 ഈ രാഷ്ട്രം ഉണ്ടാക്കുമ്പോൾ എന്തുമാത്രം ഉണ്ടായിരുന്നു പോപ്പുലേഷൻ, ഇപ്പം എന്തുമാത്രം ഉണ്ട് എന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിലോ ക്രിസ്ത്യാനികളെ ഇറക്കി വിടുന്നതിലോ ക്രിസ്ത്യാനികളെ ആട്ടിപ്പായ്ക്കുന്നതിലോ ഇസ്രയേലിന് ഏതെങ്കിലും തരത്തിലുള്ള ദീനാനുകമ്പ അവരുടെ ഒരു ഘട്ടത്തിലുമില്ല. അവരുടെ പോപ്പുലേഷൻ 80% ഇടിയാണ് ഉണ്ടായതെന്ന് ഓർക്കണം ഈ കാലഘട്ടത്തിനിടയ്ക്ക്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും ആ സവിശേഷമായ എന്തെങ്കിലും ഗുണം കിട്ടുന്നില്ല അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഗസയിൽ വളരെ തുലോം തുച്ഛം ആൾക്കാരെ ക്രിസ്ത്യാനികളായി അവശേഷിക്കുന്നുള്ളൂ. അതായത് 4-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള വലിയ പാരമ്പര്യമുള്ള ക്രിസ്തു മതവിശ്വാസികളുള്ള സ്ഥലമാണ് ഗസ. അവിടെ ഇനി വളരെ തുലോം തുച്ഛം ആളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവരെ കൊന്നേ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹമാസ് അധികാരത്തിൽ വന്ന ശേഷം വന്നിട്ടുള്ള ഒരു ഉപരോധം വലിയതുള്ള ആളുകളുടെ പലായനത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോഴും അവശേഷിക്കുന്ന ആളുകളെ എങ്ങനെയും അവരെ അടക്കം കൊല്ലുക, എല്ലാവരെയും കൊല്ലുക. ഒന്നാമത്തെ കാര്യം, എല്ലാ പലസ്തീനികളോടുള്ള രോഷമാണെന്ന് നമ്മൾ പറയുമല്ലോ. എല്ലാ പലസ്തീനികളെയും കൊല്ലുക എന്ന രോഷത്തിനപ്പുറം തന്നെ ഈ സയനിസത്തിന് ഇസ്ലാമിനോടുള്ള വിയോജിപ്പുണ്ടല്ലോ, അതേ ഗ്രാവിറ്റിയിലുള്ള വിയോജിപ്പ് ക്രിസ്തു മതത്തോടുമുണ്ട്. ക്രിസ്ത്യാനിറ്റി അവരെ നിർത്തി സംരക്ഷിക്കുന്നില്ല. ഇവിടെ നിന്ന് ഈ എന്താ പറയുന്നത് ഐക്യദാർഢ്യ ആഹ്വാനവുമായിട്ട് ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ അവരെടുത്തിട്ട് പുച്ഛിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആരാണ് ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഇവിടുത്തെ നമ്മൾ കാണുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന ഈ പുതുതായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന മുസ്ലിം വിരോധം എന്ന് പറയുന്ന സംഗതിയാണ്. അതിനപ്പുറം വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിന് അങ്ങനത്തെ തരത്തിലുള്ള സാഹോദര്യ ബോധമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും അവരുടെ ശത്രുക്കളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ശത്രുക്കളാണ്. അവരെല്ലാം കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. പോപ്പ് ഇത്തരം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വളരെ എന്താ പറയുക പുരോഗമന സ്വഭാവത്തിൽ പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭ ഒന്നാകെ മനസ്സിലാക്കട്ടെ, സഭയുടെ അനുയായികൾ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാനുള്ളൂ. തീർച്ചയായും. അപ്പോൾ മറ്റൊരു ക്രിസ്മസ് കൂടി വരുമ്പോൾ ഗസയിലെയും ജെറുസലേമിലും ഒക്കെ ഉള്ള ക്രിസ്ത്യാനികളുടെ കാര്യം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങളും വിളിച്ചു പറയുന്നത്. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.